പാഠം 221. ഒരു കാളപെറ്റ കഥ. ഹലോ, അതെ, സത്യഭാമയാണ്. സദാനന്ദ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാ പറഞ്ഞത്. അല്ല, ജാമ്യം കിട്ടുമെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. പോലീസ് എന്താ ചാർജ് ചെയ്തിരിക്കുന്ന ആദ്യം നോക്കട്ടെ. 10 മണിക്ക് ഓഫീസ് കാണാം. ശരി. എന്താണ് പുതിയ കേസ്? ഒരു അബ്കാരി കേസാ മോഹനേട്ടാ. വലിയ പുലിവാല. അബ്കാരി കേസ് എന്ന് പറഞ്ഞാ? സത്യത്തിൽ അതൊരു കള്ളക്കേസാ. പക്ഷേ തൊണ്ടി പോലീസിന്റെ കയ്യിലായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റുമെന്തോ. തൊണ്ടി പിടിച്ചെടുത്തിട്ടും കള്ളക്കേസോ? അതെങ്ങനെ ഭാമേ? മോഹനേട്ടാ, ടൗണിലെ സ്വപ്ന ബാറിന്റെ മുന്നിൽ കട നടത്തുന്ന കോമളിനെ അറിയാമോ മോഹനേട്ടൻ? അറിയാം. ഭയങ്കര അത്യാഗ്രഹിയ. അതെന്തെങ്കിലും ആവട്ടെ. ബാർ നടത്തുന്ന നരേന്ദ്രൻ കോൺട്രാക്ടർ കോമളിന്റെ ആ പെട്ടിക്കട വാങ്ങാനായി കുറെ നാളെ ശ്രമിക്കുക. കോമളൻ പക്ഷെ വിൽക്കാൻ തയ്യാറല്ല. ഒരുപാട് കാശ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ കോമളൻ വഴങ്ങിയില്ല. അതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രാവശ്യം കശപിശ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി പോലീസ് കോമളന്റെ പെട്ടിക്കട റെയ്ഡ് ചെയ്ത് വ്യാജ ചാരായം പിടിച്ചെടുത്തു. കോമളൻ ഓണം പ്രമാണിച്ച് കള്ളച്ചാരായം വിൽക്കുക എന്നാണ് കേസ്. 3 കന്നാസ് ചാരായമാണ് പിടിച്ചത്. അവൻ അങ്ങനെ വേണം. ഓണം പ്രമാണിച്ച് ആളുകളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സകലർക്ക് ഇതൊരു പാഠമായിരിക്കണം. പക്ഷെ കോമളൻ അവിടെ ചാരായം വിൽക്കില്ലെന്നാണ് അയാൾ പറയുന്നത്. വിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ കുടിക്കാനാണോ 3 കന്നാസ് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചത്? ആ ചാരായം നരേന്ദ്രൻ കോൺട്രാക്ടർ ആളുകൾ കൊണ്ടുവച്ചതാണെന്നാണ് സംസാരം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കള്ളക്കേസാണെന്ന്. ഇന്ന് കോമളനെ കോടതിയിൽ ഹാജരാക്കും. എങ്ങനെയെങ്കിലും അയാളെന്ന് ജാമ്യത്തിൽ ഇറക്കിയേ പറ്റൂ. നീ എന്ത് വൃത്തരായി പറയുന്നത്? എന്താ? കോമളന്റെ കടയിൽ റെയ്ഡ് നടത്തിയ പോലീസുകാർ പറയുന്നതിനേക്കാൾ നിനക്ക് വിശ്വാസം ആ കോമളനെയാണ്. വെറുതെ അല്ലല്ലോ അവനെ പോലീസ് പിടിച്ചത്. ചാരായം വിറ്റിട്ടല്ലേ. ഒരു കള്ളച്ചാരായക്കാരന് വേണ്ടി കേസ് വാദിക്കാൻ ഗാന്ധിയനായ മോഹനകൃഷ്ണന്റെ ഭാര്യ സത്യഭാമ പോകാന്ന് വെച്ചാൽ ആളുകൾ എന്ത് പറയും? ആളുകൾക്ക് പറയാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മോഹനട്ടാ, വെറുതെ എന്നെ മെനക്കെടുത്താൻ നിൽക്കല്ലേ. കോമളനെ പുറത്തിറക്കാൻ എന്താ മാർഗം ഒന്ന് നോക്കട്ടെ. ആഹാ, ഭാമേ, ഓരോ വർഷവും ഓണക്കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാജച്ചാരായം കുടിച്ച് എത്ര ആൾക്കാർ മരിക്കുന്നു, എത്രയോ ആൾക്കാർ രോഗികളാകുന്നു നിനക്കറിയാമോ? ഇങ്ങനെ വ്യാജച്ചാരായം വിൽക്കുന്നവരെ പിടിക്കാൻ പോലീസുകാർ കഷ്ടപ്പെടുമ്പോ അവർ കഷ്ടപ്പെട്ട് പിടിച്ച പ്രതിയെ ജാമ്യത്തിൽ ഇറക്കാനാണ് നീ പോകുന്നത്. കോമളൻ വ്യാജച്ചാരായം വിറ്റുവെന്ന് എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. കോമളൻ നിരപരാധിയാണെങ്കിൽ അയാൾക്ക് നീതി കിട്ടണ്ടേ മോഹനേട്ടാ? കോമളൻ നിരപരാധി അല്ലല്ലോ. അതുകൊണ്ടല്ലേ അയാളെ പോലീസ് പിടിച്ചത്, അതും തൊണ്ടി സഹിതം. അതായത് മോഹനേട്ടൻ പറയുന്നത് പോലീസ് പിടിക്കുന്ന ആളുകളെല്ലാം കുറ്റക്കാരാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോടതി? പോലീസ് അത്ര സത്യസന്ധന്മാരാണെങ്കിൽ ശിക്ഷയും അവർ തന്നെ വിധിച്ചാൽ പോരെ? മോഹനേട്ടാ, പോലീസിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഒരു നീതിന്യായ കോടതി ഉണ്ടായതും അവിടെ വന്ന് പോലീസ് അവരുടെ ന്യായങ്ങൾ പറഞ്ഞ് ജഡ്ജിയെ വിശ്വസിപ്പിക്കേണ്ടി വരുന്നതും ജഡ്ജി വിശ്വസിച്ചില്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടുന്നതും. പക്ഷെ ഈ കേസിൽ പോലീസിന്റെ ഭാഗത്താണല്ലോ ന്യായം. പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാണ് പോലീസ്. വ്യാജച്ചാരായം പോലുള്ള മാരക വിപത്തുകൾക്കെതിരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടപടിയെടുക്കുമ്പോ ആ ഉദ്യോഗസ്ഥന്റെ പക്ഷമല്ലേ ഭാമയെ നമ്മൾ പിടിക്കേണ്ടത്? ആ പോലീസുകാരന്റെ പക്ഷം പിടിക്കാൻ കോടതിയിൽ സർക്കാർ വക്കീലുണ്ടല്ലോ. കോമളന്റെ പക്ഷം പിടിക്കാൻ ഈ പാവം ഞാനും. അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ നിനക്ക് വിശ്വാസം പെട്ടിക്കട നടത്തുന്ന കോമളനാണല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതാ കൊമ്പുണ്ടോ? കൊമ്പുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജന സേവകനാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ പൂക്കൾ കൊണ്ട് പൂജിക്കണം. എവിടെ പോകുന്നു? പൂ എടുത്തോണ്ട് വരാൻ പോകുന്നു. പൂജിക്കുമ്പോ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെയും ഇങ്ങനെ പൂജിക്കണ്ടേ? ആഹാ, ഞാൻ നിന്റെ ഭർത്താവായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പോ കോമളന്റെ കേസ് വാദിക്കാൻ പോകുന്നത്. അത് മനസ്സിലായില്ല. അതായത് നമ്മുടെ നാട്ടിലെ ആണുങ്ങളിൽ പകുതിയിലധികം പേരും കുടിയന്മാരാണ്. പലരും മുഴുക്കുടിയന്മാർ.
അവർ കള്ളു കുടിച്ചും ധൂർത്തടിച്ചും സ്വയം നശിക്കുന്നവരാണ്. വീട്ടിലുള്ളവരെ പട്ടിണി കിടന്നവരും ഭാര്യമാരെ തല്ലുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരു കുടിയന്റെ ഭാര്യയായിരുന്നു നീ എങ്കിൽ കോമളനെ പോലൊരു കള്ളച്ചാരായക്കാരന് വേണ്ടി കേസ് വാദിക്കാൻ നീ പോകില്ലായിരുന്നു. പക്ഷേ നിന്റെ ഭർത്താവ് മദ്യം കൈകൊണ്ട് പോലും തൊടാത്ത ഒരു മാന്യൻ. മദ്യം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് നീ അനുഭവിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ മദ്യം ഒരു ദുരന്തം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാനൊരു കുടിയനായിരുന്നെങ്കിൽ കാണായിരുന്നു. മോഹനേട്ടൻ അങ്ങനെ ഒരു കുടിയനായാൽ അന്ന് ഞാൻ മോഹനേട്ടനെ ഉപേക്ഷിക്കും. അമിതമായി മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുള്ള സകല പെണ്ണുങ്ങളും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഈ കുടിയങ്ങ് താനെ നിൽക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിവരമില്ലാത്ത പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ എന്ത് ചെയ്താലും അവരങ്ങ് ക്ഷമിക്കും. നമ്മൾ പറഞ്ഞൊന്നും പക്ഷെ അതല്ലല്ലോ. കോമളനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസ് വാദിക്കാൻ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ നീ പോകുന്നത് ശരിയല്ല. എന്നെ പഠിപ്പിച്ച് വക്കീലാക്കിയത് ഈ സർക്കാർ ഉദ്യോഗസ്ഥനല്ല, എന്റെ അച്ഛനാണ്. അതുകൊണ്ട് വക്കീലായിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കണ്ട. വക്കീലേ, ഉത്തമനാണ്. അറിയാം. ഞാനിപ്പോ വരാം. അഹങ്കാരി. നമസ്കാരം വക്കീലേ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വക്കീലിന്റെ സഹായം കിട്ടിയേ പറ്റൂ. എന്താ ഉത്തമ, കാര്യം പറ. നമ്മുടെ സിവിൽ സപ്ലൈസിലെ ഗോപിനാഥ് സാറിനെ വക്കീലിനെ അറിയാലോ. RT ഓഫീസിന്റെ പുറകുവശത്ത് താമസിക്കുന്നേ പിടിയിട്ടില്ലേ? വക്കീലെ, നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നപ്പോ റേഷൻ കാർഡ് ഇങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞോണ്ട് അപേക്ഷ കൊടുത്തത് ഓർമ്മയുണ്ട? അന്ന് 10 പൈസ പോലും കൈക്കൂലി വാങ്ങാതെ മണി പോലെ കാര്യം സാധിച്ചത് ഈ ഗോപിനാഥ് സാറാ. പിടിയിട്ടിയാ? ഓർമ്മയുണ്ട്. എന്റെ വക്കീലെ, ഈ ഗോപിനാഥ സാറിനെ വിജിലൻസ് പിടിച്ചു. വിജിലൻസോ? ഈ പള്ളിമുക്കിൽ റേഷൻ കട നടത്തുന്ന പത്രോസുമായിട്ട് ഈ ഗോപിനാഥ സാറിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം വേറൊന്നുമല്ല, ഈ പത്രോസ് പേരും കള്ളനാണ്. റേഷനരിയും മണ്ണെണ്ണയും മറിച്ച് വെക്കാൻ ഈ പത്രോസിനെ പോലുള്ള ഒരു മിടുക്കൻ ഈ നാട്ടിൽ വേറെ ആരുമില്ല. പല പ്രാവശ്യം ഈ പത്രോസിനെ ഗോപിനാഥ സാർ വിളിച്ച് വിരട്ടി നോക്കി. ഇപ്പൊ ഓണക്കാലം അല്ലേ, പത്രോസിന് 10 രൂപ ഉണ്ടാക്കാനുള്ള സമയമാണിത്. പക്ഷെ ഗോപിനാഥ സാർ സപ്ലൈ ഓഫീസറായിട്ടിരിക്കുമ്പോൾ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് മനഃപൂർവ്വം കൈക്കൂലി കേസിൽ പെടുത്തിയതാണ്. അല്ലാതെ ഗോപിനാഥ് സാറ് കൈക്കൂലി വാങ്ങുമെന്ന് പറഞ്ഞാ നാട്ടുകാരെങ്കിലും വിശ്വസിക്കോ? ഞാൻ വിശ്വസിക്കും. ഉത്തമ, ലോകത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവനും നല്ലവരും ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അകത്തിരിപ്പുണ്ട്. സപ്ലൈ ഓഫീസിലെ ഗോപിനാഥ സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞ ഈ കഥ ഉത്തമൻ അകത്ത് ചെന്ന് ആ സാറിനോട് പറഞ്ഞു കൊടുക്കും. അല്ല വക്കീലെ, ഞാൻ വന്ന കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഗോപിനാഥ് സാറിന് ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. നടക്കില്ല ഉത്തമ. ഗോപിനാഥ് സാർ റിമാൻഡിലാവും, സസ്പെൻഷനിലാവും. അത് കഴിഞ്ഞ് വിചാരണ, വിസ്താരം, വാദം, ശിക്ഷ. ജോലി പോയത് തന്നെ. വക്കീൽ, ഇങ്ങനെ കണ്ണിച്ചോരല്ലേ സംസാരിക്കരുതേ. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തന്നതല്ലേ. അന്ന് 10 പൈസ കൈക്കൂലി ചോദിച്ചോ ഗോപിനാഥ് സാർ? അത് അന്ന്, ഇത് ഇന്ന്. ഉത്തമ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടിയും ഞാൻ കേസ് വാദിക്കില്ല. ഉത്തമൻ വേറെ വക്കീൽ അന്വേഷിച്ചു. അല്ല വക്കീലേ.